CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. AIYF ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷാഹിന മരിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മണ്ണാർക്കാട് പോലീസാണ് കേസ് അന്വേഷണം നടത്തിയിരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമരം നടത്തിയിരുന്നു. വാണിയംകുളം മാന്നന്നൂരിലെ ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണം പുഴയിലെ വെള്ളം വറ്റുന്നതോടെ തുടങ്ങുമെന്ന് P. മമ്മിക്കുട്ടി MLA. അടുത്ത വർഷക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചു. തകർന്നു വീണ ഭിത്തിയും തുടർ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മഞ്ചേരിയിൽ വൻ ലഹരി മരുന്നുവേട്ട. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട 63 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. സർക്കാർ ജീവനക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ സർക്കാർ ജീവനക്കാരനെ ഇവർ കബളിപ്പിച്ചു നേടിയത് 23,36,000 രൂപയാണ്. വാണിയംകുളം മാന്നന്നൂരിലെ ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണം പുഴയിലെ വെള്ളം വറ്റുന്നതോടെ തുടങ്ങുമെന്ന് P. മമ്മിക്കുട്ടി MLA. അടുത്ത വർഷക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചു. തകർന്നു വീണ ഭിത്തിയും തുടർ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ശക്തിയായ വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്ന് നിർമ്മാണം പൂർത്തിയായ 4 സംരക്ഷണ ഭിത്തികളാണ് തകർന്നു വീണത്. ഇതോടെ പുഴ ഗതിമാറി 2ആയി ഒഴുകുന്ന സ്ഥിതിയാണിപ്പോൾ. സമീപ കൃഷിസ്ഥലങ്ങളിലും പുഴയുടെ തീരങ്ങളിലും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. ഇതോടെ നിർമ്മാണം നടക്കുന്നതിനിടെ തകർന്നു വീണ സംരക്ഷണ ഭിത്തിയും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുന്നതിനായാണ് എത്തിയത്. തിരുവനന്തപുരത്ത് നിന്നുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരും MLA-ക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു. പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർ നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ MLA-യുമായി ചർച്ച ചെയ്തു. വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കും. സംരക്ഷണ ഭിത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പദ്ധതിയിൽ പുനഃക്രമീകരണം നടത്തേണ്ടതായി വരും. ഉരുക്കുതടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിലവിൽ അനുവദിച്ച തുകയിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ അതിനുവേണ്ട ഇടപെടലുകളും നടത്തും. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും P. മമ്മിക്കുട്ടി MLA പറഞ്ഞു. അവിടെയൊക്കെ 2018-ലും 2019-ലും വന്ന വെള്ളം ഇപ്രാവശ്യം വന്നു, അതിനേക്കാൾ കൂടുതൽ. മലമ്പുഴ തുറക്കാത്ത, അപ്പോൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വെള്ളക്കുത്താണ് വന്നത്. അപ്പോൾ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉരുക്കുതടയണയുടെ ചില ഭാഗങ്ങൾ, പാർശ്വവൃത്തികൾ, അതിൻ്റെ ഭാഗമായിട്ട് ഡാമേജ് വെള്ളം ഒന്നിച്ച് കുത്തൊഴുക്ക് കൂടിപ്പോയി. അതിൻ്റെ അടുത്ത മഴക്കാലത്തിന് മുൻപ് പ്രവൃത്തികൾ പൂർത്തിയാക്കാം എന്നും ഫണ്ടിന്റെ പരിമിതികൾ പരിശോധിക്കുമെന്നും കിഡ്കി CEO S. തിലകൻ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. CCN ഒറ്റപ്പാലം. കഴിഞ്ഞ മാസമാണ് ഷാഹിനയെ മണ്ണാർക്കാട് വടക്കമണ്ണത്തുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഭർത്താവ് മൈലങ്കോട്ടിൽ മുഹമ്മദ് സാദിഖും മക്കളും ബന്ധുക്കളും പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തിയിരുന്നു. ഷാഹിനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഭർത്താവ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ആരോപണ വിധേയനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നും പോലീസിന്റെ അന്വേഷണം മന്ദഗതിയിലാണെന്നും സാദിഖ് ആരോപിച്ചിരുന്നു. CCN മണ്ണാർക്കാട്. ഞാൻ പിടിച്ചിട്ടാണ് നോക്കിട്ട് എങ്ങനെ കണ്ണ് നോക്കാൻ വെച്ചാൽ കണ്ണിന്റെ ബാക്കിൽ നിന്ന് മാറണം. ആവശ്യകരമായ ഇന്നത്തെ മത്സരത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇപ്പോൾ ആദ്യമായി കൂട്ടിയിരിക്കുന്ന നമ്പർ 1 മണ്ണാർക്കാട് അമ്പാഴക്കോട് കാളപ്പൂട്ടിനിടെയാണ് സംഭവം. താനൂർ സ്വദേശി മനോജ്, ഭീമനാട് സ്വദേശി മുഹമ്മദ് കുട്ടി എന്നിവർക്കാണ് കാളയുടെ ചവിട്ടിൽ പരിക്കേറ്റത്. ഇവരുടെ മൂക്കിനും കാലിനും പൊട്ടലേറ്റു. ഇരുവരെയും മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. CCN മണ്ണാർക്കാട്.
മഞ്ചേരിയിൽ വൻ ലഹരി മരുന്നുവേട്ട. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട 63 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. മഞ്ചേരി കുട്ടിപ്പാറ സ്വദേശി കരിമ്പുലകത്ത് അബ്ദുൾ ജലീൽ, പയ്യനാട് വടക്കാങ്ങര സ്വദേശി ഷാജി എന്നിവരെ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജസ്റ്റിനും സംഘവും ചേർന്ന് നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ജില്ലയിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും MDMA കടത്തുന്ന സംഘത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPS-ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് മഞ്ചേരി നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് പ്രതികൾ സഞ്ചരിച്ച കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വാഹനം നിർത്താതെ പോവുകയും തുടർന്ന് സാഹസികമായി പോലീസ് സംഘം വാഹനം തടഞ്ഞ് പ്രതികളെ പിടികൂടുകയുമായിരുന്നു. അബ്ദുൾ ജലീലിനെ 2018-ൽ 10 കിലോ കഞ്ചാവുമായി വാളയാർ എക്സൈസ് പിടികൂടിയിരുന്നു. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് മുഹമ്മദ് മുസ്തഫ 48ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. MES കലടി കോളേജിന് മുൻപിൽ SFI ജില്ലാ പ്രസിഡന്റ് അഭിഷേക് പതാക ഉയർത്തി. SFI ജില്ലാ സെക്രട്ടറി S. വിപിൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ക്യാമ്പസുകളിലാകെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ SFIയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ക്യാമ്പസുകളിലാകെ ആ ഗവൺമെന്റിനെതിരായിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങളെല്ലാം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് 1976-ൽ ജൂലൈ മാസം MES കോളേജിനകത്തും ഇത്തരത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സഖാവ് മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള സഖാക്കളുടെ നേതൃത്വത്തിൽ MES കോളേജിനകത്ത് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അന്ന് ക്യാമ്പസിനകത്ത് നടത്തിയ ഒരു സമരം, ഫീസ് വർധനവും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി സസ്പെൻഷൻ കൊടുത്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരം, അതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരം, ആ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെയുള്ള സഖാക്കളെ നിസാ നിയമപ്രകാരം SFI സംസ്ഥാന കമ്മിറ്റി അംഗം KC നിമേഷ്, മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫായിസ്, ജില്ലാ കമ്മിറ്റി അംഗം വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. 48ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് ഉൾപ്പെടെ SFI സംഘടിപ്പിച്ചിരുന്നു. CCN മണ്ണാർക്കാട്. MSF നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതായി MSF. അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി മലപ്പുറത്തെ പ്രതിഷേധ പ്രകടനം നടത്തി. കാലിക്കറ്റ് സർവകലാശാലയിൽ MSF പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപ്പറമ്പ് അടക്കമുള്ള നേതാക്കളെ ആക്രമിക്കുകയും കേസെടുക്കുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ബാവ വിസപ്പടി എന്നിവർ പ്രസംഗിച്ചു. CCN മലപ്പുറം. ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ 20-നാണ് അപകടം ഉണ്ടായത്. അരക്കുപറമ്പ് പുത്തൂർ മില്ലുംപടിയിലെ ആലായൻ ഖാലിദിന്റെ മകൻ മുഹമ്മദ് ഷെറീഫാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷെറീഫ്. ഇക്കഴിഞ്ഞ ജൂലൈ 20-ന് ബൈക്കിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ആദ്യം ബാംഗ്ലൂരിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലും അതിനുശേഷം മാലാപ്പറമ്പ് MES ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. CCN ചത്തല്ലൂർ. കർഷക ദിനത്തിൽ സഹപാഠിയുടെ കൃഷിയിടത്തിലേക്ക് കുട്ടികളും അധ്യാപകരും എത്തി സ്കൂൾ കർഷക ദിനം ആചരിച്ചു. തിരുവിഴാംകുന്ന് CPIUP സ്കൂളിലെ മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് 6ാം ക്ലാസ്സുകാരി റസ മെഹബിന്റെ വീട്ടിലെ കൃഷിയിടം സന്ദർശിച്ചത്. തുടർന്ന് കർഷകരായ രാജൻ ചോലക്കാട്, മുഹമ്മദ് ഹാജി മാടാമ്പാറ, യൂസഫ് മാടാമ്പാറ എന്നിവരെ ആദരിച്ചു. മാനേജർ CP ഷിഹാബുദ്ദീൻ, പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ, അധ്യാപകരായ രഞ്ജിത്ത്, മണികണ്ഠൻ, വിനീത, നിഷ, സീനത്ത് എന്നിവർ സംബന്ധിച്ചു. CCN ചത്തല്ലൂർ. കർഷക കോൺഗ്രസ് കരിമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് N മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ഓമന ഉണ്ണി, കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി, സീനിയർ സിറ്റിസൺ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PC കുഞ്ഞിരാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN ചത്തല്ലൂർ. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കൊല്ലവും കർഷകരെ ആദരിക്കുന്ന
ഒരു സുദിനമായി മാറിയത്. നമ്മുടെ നാടിന്റെ നട്ടെല്ല് കർഷകരാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ നമ്മുടെ ഒരു വ്യവസ്ഥ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി കാർഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ആഘോഷങ്ങൾ പോലും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഓണവും വിഷുവും അതുപോലുള്ള മറ്റ് തിരുവാതിരകൾ ഒക്കെ കൃഷിക്ക് അതിനനുസരിച്ചാണ് കൃഷി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുഖ്യാതിഥിയായിരുന്നു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഷഹന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയുടെ വ്യത്യസ്തങ്ങളായ 12 തലങ്ങളിൽ മികവ് പുലർത്തിയ കർഷകരെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കുഞ്ഞി മുഹമ്മദ്, മണികണ്ഠൻ വടശ്ശേരി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലാ പ്രതിനിധികൾ ADC അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രേഖ ചടങ്ങിന് നന്ദി പറഞ്ഞു. CCN ചത്തല്ലൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൃഷി അസിസ്റ്റന്റ് പ്രമോദ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റാണി പദ്ധതികൾ വിശദീകരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ പ്രവർത്തകരുടെ സ്റ്റോളുകളും ഉൾപ്പെട്ട വിപണന മേളയും ഉണ്ടായിരുന്നു. CCN കടമ്പഴിപ്പുറം. സംസ്ഥാനത്തെ ക്ഷീരമേഖല മുന്നേറ്റത്തിന്റെ പാതയിലെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മംഗലാംകുന്ന് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതുതായി പണികഴിപ്പിച്ച ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂം ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിവിധ മേഖലകളിലുള്ള സ്ഥലവും അതുപോലെ കെട്ടിടവും ഒക്കെ മേടിക്കുവാനും ഇതൊക്കെ കെട്ടുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങളും ഒക്കെ കിട്ടുന്നു. ഇന്ന് കേരളത്തിൽ പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടികളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ MLA-മാരും മന്ത്രിമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. എല്ലാം ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ സോളാർ പ്ലാന്റുകൾ ഉൾപ്പെടെ സ്ഥാപിതമാക്കി മുന്നോട്ട് പോകുന്ന ക്ഷീരസംഘങ്ങളെ നമുക്ക് കാണാം. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷകരെയും യുവകർഷകനെയും ആദരിച്ചു. മിൽമ ചെയർമാൻ KS മണി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ, ഉഷാകുമാരി, MA പരമേശ്വരൻ, അയ്യപ്പൻ, നീലകണ്ഠൻ, ബിന്ദു N എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻ തോട്ടപ്പായി, മീനാക്ഷി പെരണ്ടപ്പള്ളിയാലിൽ, കുട്ടൻ നീലഞ്ചിറ, മീനാക്ഷി വാളക്കോട്ടിൽ, കാലങ്ങളായി ഈ സംഘത്തിന് ശക്തി പകർന്നുകൊണ്ട്, പാലളന്നുകൊണ്ട് എന്നും സംഘത്തിന്റെ ഒപ്പം സഞ്ചരിച്ച മുതിർന്ന കർഷകരെയാണ് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നത്. തുടർന്നുള്ള കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നത് ആദരണീയനായ മിൽമ ചെയർമാൻ ശ്രീ KS മണി അവർ. പേര് വിളിച്ച കർഷകരെല്ലാം വേദിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പേരുകളൊന്നുകൂടെ സൂചിപ്പിക്കുന്നു. ചിന്നൻ പൊറ്റിയോട്ടിൽ, ദേവകി മഞ്ഞക്കള്ളിയിൽ, പാലൻ കുഴിയാട്ടിൽ, വാസു കുഴിയാട്ടിൽ, മുണ്ടിച്ചി പുല്ലാട്ടുകുഴി, അയ്യപ്പൻ തോട്ടപ്പായിൽ, മീനാക്ഷി പെരണ്ടപ്പള്ളിയാലിൽ, കുട്ടൻ നീലഞ്ചിറ, മീനാക്ഷി വാളക്കോട്ടിൽ, ഗോപാലകൃഷ്ണൻ കോഴിക്കുളം. ഈ കർഷകരാണ് വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നത്. CCN കടമ്പഴിപ്പുറം. സർക്കാർ ജീവനക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ സർക്കാർ ജീവനക്കാരനെ കബളിപ്പിച്ച് ഇവർ നേടിയത് 23,36,000 രൂപയാണ്. കൊല്ലം ശൂരനാട് സ്വദേശി രഞ്ജിത്ത് കുമാർ, മലപ്പുറം ചോളാരി സ്വദേശിയായ ഹുസൈൻ എന്നിവരാണ് പാലക്കാട് പോലീസ് പിടിയിലായത്. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ സർക്കാർ ജീവനക്കാരനെ ഇവർ കബളിപ്പിച്ചു നേടിയത് 23,36,000 രൂപയാണ്. വിവിധ ഓൺലൈൻ ട്രെൻഡിംഗ് നടത്തുന്ന വ്യക്തിയാണ് ചിറ്റൂർ സ്വദേശി. ഇവരുടെ നിർദ്ദേശപ്രകാരം ഒരു ഓൺലൈൻ കമ്പനിയിൽ പണം നിക്ഷേപിക്കുകയായിരുന്നു. പണം നഷ്ടമായതിനെ തുടർന്ന് പാലക്കാട് സൈബർ പോലീസിൽ പരാതി നൽകുകയും സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും ചേർന്ന് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ കമ്പനിയുടെ അക്കൗണ്ട് വഴിയാണ് സർക്കാർ ജീവനക്കാരന്റെ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്
ആവശ്യമുള്ളത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ 23,60,000 രൂപ നോർത്ത് ഇന്ത്യൻ സ്വദേശികൾ ഇവരിൽ നിന്നും തട്ടിയെടുത്തു. നോർത്ത് ഇന്ത്യൻ സ്വദേശികളുടെ ഏജന്റുമാരാണ് ഇവർ. അവർ നൽകിയ കമ്മീഷനും വാങ്ങി പുതിയ തട്ടിപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. CCN പാലക്കാട്. PSC പരീക്ഷയിൽ ഉന്നത വിജയം നേടി സ്വന്തം പഞ്ചായത്തിൽ തന്നെ സർക്കാർ ജോലി കരസ്ഥമാക്കിയ ഒരു വനിതയെ പരിചയപ്പെടാം. വലമ്പിലിമംഗലം സ്വദേശിയായ സിന്ധു പഞ്ചായത്തിലെ പരിശീലന കേന്ദ്രത്തിലൂടെയാണ് ആദ്യ പരീക്ഷയിൽ തന്നെ മികച്ച വിജയം നേടിയത്. കടമ്പഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് സിന്ധു. PSC പരീക്ഷയിൽ വിജയം നേടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്യൂണായി ജോലി നേടിയ വീട്ടമ്മയാണ് വലമ്പിലിമംഗലം സ്വദേശിയായ ഇവർ. മണ്ണാർക്കാട് അരയങ്ങോട് സ്വദേശിയായ സിന്ധു 2010 വിവാഹിതയായ ശേഷമാണ് ശ്രീകൃഷ്ണപുരത്തെത്തിയത്. VHSC കോഴ്സ് പൂർത്തിയാക്കിയ സിന്ധുവിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു സർക്കാർ ജോലി വേണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഗ്രാമപഞ്ചായത്തിലെ PSC പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. നിറയെ പണിയൊക്കെ ഉള്ള വീടാണ്. ഒരു സാധാരണ പഴയ തറവാട്. അപ്പോ അമ്മ കിടപ്പ് രോഗിയായിരുന്നു. അപ്പൊ അവർക്ക് ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് അവര് കിടന്നുറങ്ങും. അപ്പൊ ഞാൻ അവർക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ശല്യമാവും. ഞാൻ എന്തേ രാത്രി റൂമിൽ ലൈറ്റ് ഇട്ടേച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ പോലെ. മോനാണെങ്കിലും ചിലപ്പം ഞെട്ടി നീക്കും. അപ്പൊ എല്ലാരും ലൈറ്റ് അണച്ചാ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് അവർ അറിയാനും പാടില്ല. അപ്പൊ നോക്കിയുടെ പഴയ സെറ്റിന്റെ ലൈറ്റ് ടോർച്ച് ഓൺ ആക്കും. എന്റെ മാത്സിന്റെ എല്ലാ പ്രോബ്ലവും ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കിയുടെ സെറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ടാണ്. 2-2.5 മണിക്കൂർ. ആരും ബുദ്ധിമുട്ടിക്കണ്ട, കൂടെ ഉള്ളവർ അറിയാനും പാടില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്സിൽ എനിക്ക് 17 മാർക്ക്. ആ ഒരു വർഷത്തെ ഒരു 1.5 മണിക്കൂർ രാത്രി മാത്സിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചു. എല്ലാ പ്രയാസങ്ങൾക്കിടയിലും PSC പഠനം തുടർന്നു. താൽക്കാലിക ജോലിയും വീട്ടുജോലിയും കഴിഞ്ഞ് വീട്ടിൽ മറ്റാരുടെയും ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ മൊബൈലിന്റെ വെളിച്ചത്തിൽ പഠനം തുടരുമ്പോഴും ആത്മവിശ്വാസം തെല്ലും നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു സർക്കാർ ജോലിക്കായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. കഠിനമായി പരിശ്രമിച്ചു. 1 വർഷം പരിശീലനം തുടർന്നു. ആദ്യ പരീക്ഷയിൽ തന്നെ മികച്ച വിജയം നേടി. സ്വന്തം പഞ്ചായത്തിൽ തന്നെ സിന്ധു ജോലി നേടി. ലാബ് ടെക്നീഷ്യൻ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എന്നും രാവിലെ നടന്നിട്ടാണ് പോവുക ക്ലിനിക്കിലേക്ക്. നടന്നു പോകുമ്പോ പഞ്ചായത്തിന്റെ മുന്നിൽ ഒരു ബോർഡ് കാണാണ്, സൗജന്യ പരിശീലനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ്. നടന്നു പോകുമ്പോ അവിചാരിതമായിട്ട് കണ്ടു. അപ്പോ എനിക്ക് സമയമില്ല. കാരണം 8-10 മണിക്കൂർ വർക്കിംഗ് ടൈമുള്ള ഒരു സ്ഥലത്തുനിന്ന് എങ്ങനെ ഇതെനിക്ക് എത്തും? വീട്ടിലും നിറയെ പണികള്, പിന്നെ അതിന് പറ്റിയൊരു സാഹചര്യമല്ല. അപ്പൊ എങ്ങനെ സമയം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പൊ സമയം വേണമെങ്കിൽ ഉണ്ടാക്കാന്ന് സ്വയം തോന്നി. രാവിലെ അവിടെ ക്ലിനിക്കിൽ പോവും. മാക്സിമം സ്പീഡിൽ എന്റേതായ പണികൾ ചെയ്യും. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒരു 1:30, അത് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് 3:30 ആകുമ്പോഴേ ഡോക്ടർമാരെ OP തുടങ്ങും. അപ്പൊ ആ ഗ്യാപ്പിന്റെ ആ സമയം പഞ്ചായത്തിന്റെ കോമ്പൗണ്ടില് PSC ക്ലാസ്സിന്റെ അവിടെ വന്നിട്ട് പുറത്തിരുന്ന് കുറെ പേര് പഠിക്കുന്നുണ്ടാവും. അവരുടെ കൂട്ടത്തിൽ കൂടെ ചേർന്ന് കൃത്യം 1 വർഷം ആഴത്തിലിരുന്ന് പഠിച്ചു. ആ 1 വർഷം എനിക്ക് കൃത്യം 1 വർഷം 1.5 മണിക്കൂർ അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. 4 മണിക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ നടന്നിട്ട് ക്ലിനിക്കിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ആത്മാർത്ഥമായി പഠിച്ചു. അത്യാവശ്യം നന്നായിട്ട് 1-2 എക്സാമുകൾ എഴുതി ആദ്യം പഠിച്ച് ഒന്ന് ടാർഗറ്റ് ചെയ്ത് പഠിച്ചപ്പോൾ ആ എക്സാമിൽ തന്നെ ഇതിൽ വന്നു. കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലാഗായി നിയമനം. പക്ഷെ ഞാൻ പഠിച്ച പഞ്ചായത്തിൽ അതേ ഇതിൽ തന്നെ അപ്പോയിന്റ്മെന്റ് വന്നപ്പോൾ എനിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. അവിചാരിതമായിട്ടാണ് പഠിച്ചത് ഒരേ സ്ഥലത്ത്, ജോലി ചെയ്യുന്നതും അതേ പഞ്ചായത്തിലാണ്. പരിമിതികളെ പടവുകളാക്കി മാറ്റിയ സിന്ധു എന്ന ഗ്രാമീണ വനിതയുടെ തിളക്കമാർന്ന ജീവിത വിജയം നൽകുന്നത് കഠിനമായ പരിശ്രമം മാത്രമാണ് വിജയത്തിലേക്കുള്ള ഏക വഴിയെന്ന സന്ദേശമാണ്. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയും എല്ലാ ദിവസവും ഞായറാഴ്ച പോലും ലാബ് ടെക്നീഷ്യന്റെ ജോലിയുണ്ട്. ആ ഞായറാഴ്ചകളിലും വർക്ക് ചെയ്യുമ്പോൾ ഈ ജോലിക്ക് പോകുമ്പോൾ ഇടയിൽ കമ്പൈൻ സ്റ്റഡിക്ക് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ പഞ്ചായത്തിന്റെ ഉള്ളിൽ കോമ്പൗണ്ടിൽ കയറി ആ പഠനം നടത്തുകയും 1 വർഷം കൊണ്ട് ആ കുട്ടി നല്ല രീതിയിൽ പരീക്ഷ എഴുതുകയും ആദ്യ റാങ്ക് ലിസ്റ്റിൽ തന്നെ പേര് വരികയും അങ്ങനെ സ്വന്തം പഞ്ചായത്തിൽ തന്നെ ജോലി കിട്ടിയ ഒരു അനുഭവമാണ്. എല്ലാ PSC പഠിക്കുന്ന കുട്ടികൾക്കും ഇതൊരു മാതൃകയാണ്. കാരണം എല്ലാ വെല്ലുവിളികളിലൂടെയും ഒരു കുട്ടി പഠിച്ച് ജോലി നേടുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അത് ഏറ്റവും നല്ല മാതൃകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ OA ആയ സിന്ധു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം LP സ്കൂൾ ഏർപ്പെടുത്തിയ പ്രഥമ കർഷക രത്ന പുരസ്കാരത്തിന് മണ്ണമ്പറ്റ ഉഴുന്നുംകോട്ടിൽ പടിഞ്ഞാറേതിൽ ലക്ഷ്മണൻ അർഹനായി.
5,001 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. മണ്ണമ്പറ്റയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ KE ആഷ്നി പുരസ്കാരം സമർപ്പിച്ചു. കേരളത്തിൽ തന്നെ ഒരു ചെറിയ സ്കൂള് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൃഷിക്കാർക്ക് കൊടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. കർഷകരത്ന അവാർഡ് ഒരു ചെറിയ LP സ്കൂളായിട്ടുള്ള ശ്രീരാം ജയം സ്കൂൾ തിരഞ്ഞെടുത്തത്. അങ്ങനൊരു ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിയിലേക്ക് ഒന്നും കൂടി ഇറങ്ങാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. കൃഷി മാത്രമല്ല, പാലുൾപ്പെടെ. ഇപ്പം ഇവിടെ ഞാനെപ്പോഴെങ്കിലും വരുമ്പോൾ ആദ്യം മോരുമുള്ളതാണ് ചോദിക്കുക, ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കൃഷികളും, ഇപ്പോൾ താറാവായി കഴിഞ്ഞാലും കോഴിമുട്ടയായി കഴിഞ്ഞാലും ഒക്കെ ഇവിടെ സുലഭമാണ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകന് ഈ വർഷം മുതൽ വിദ്യാലയം ഏർപ്പെടുത്തിയതാണ് കർഷകരത്ന പുരസ്കാരം. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കൃതിയുടെ പൈതൃക പെരുമകൾ നെഞ്ചിലേറ്റി ഇന്നും തന്റെ കൃഷിയിടത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഉഴുന്നുംകോട്ടിൻ പടിഞ്ഞാറേതിൽ ലക്ഷ്മണൻ എന്ന കർഷക പ്രതിഭയെ പുരസ്കാരം നൽകി ആദരിക്കാൻ ശ്രീരാമജയം സ്കൂൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ C ഹരിദാസൻ, മെമ്പർമാരായ MK ദ്വാരകനാഥൻ, K ലീല, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P കൃഷ്ണദാസ്, K ഭാസ്കരൻ, VN കൃഷ്ണൻ, KR പ്രവീൺ, K ഷനൂബ്, K അനൂപ് ജോൺ, K മിനി, അബൂബക്കർ നുവ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം താമരകുഴി ആലങ്കുടിൽ ലോഡ് കയറ്റുവന്ന നാഷണൽ പെർമിറ്റ് ലോറി നടുറോഡിൽ കുടുങ്ങി. തുടർന്ന് ഈ റോഡ് വഴി മണിക്കൂറുകളോളം ഗതാഗതം നിലച്ചു. ചട്ടിപ്പറമ്പ് ചാഞ്ഞാൽ ഭാഗത്തേക്ക് ഫ്ലൈവുഡുമായി എത്തിയ നാഷണൽ പെർമിറ്റ് ലോറിയാണ് കുടുങ്ങിയത്. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര പോയിക്കൊണ്ടിരുന്ന ലോറി മലപ്പുറം കളക്ടറുടെ ബംഗ്ലാവിന് സമീപത്ത് കൂടിയുള്ള ആലങ്കുണ്ട് വഴി ചാഞ്ഞാലിങ്ങലിൽ എത്താനാണ് ശ്രമിച്ചത്. എന്നാൽ ഈ ലോറിക്ക് പോകാൻ കഴിയില്ലെന്ന് കണ്ട് തിരികെ കയറി വരുന്നതിനിടെ കുത്തനെയുള്ള റോഡിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഫ്ലൈവുഡ് സ്ഥാപനക്കാർ സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കി. CCN മലപ്പുറം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ അതിക്രൂരമായ കൊലപാതകത്തിൽ IMA രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു. ആശുപത്രികളും ക്ലിനിക്കുകളും OP ബഹിഷ്കരിച്ചു. പെരിന്തൽമണ്ണ IMAയുടെ പ്രതിഷേധം ജില്ലാ ആശുപത്രി അങ്കണത്തിൽ IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ VU സീതി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സാമുവൽ കോശി, ഡോക്ടർ VU സീതി, ഡോക്ടർ AV ജയകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. ഡോക്ടർമാരായ ഷാജി ഗഫൂർ, നിഷാം മോഹൻ, ജലാൽ എന്നിവർ സംസാരിച്ചു. കോടതിപ്പടിയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. CCN പെരിന്തൽമണ്ണ. വയനാടിന് കൈത്താങ്ങായി വഴിയോര കച്ചവടക്കാരൻ. തന്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെച്ച മാതൃകയാവുകയാണ് പെരിന്തൽമണ്ണയിലെ ബഷീർ. വയനാട് ദുരന്തത്തെ അതിജീവിക്കാൻ കേരളം കൈകോർക്കുമ്പോൾ മാതൃകയാവുകയാണ് പെരിന്തൽമണ്ണയിലെ ബഷീർ എന്ന വഴിയോര കച്ചവടക്കാരനും. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ചോലാങ്കുന്നിൽ വഴിയോരത്ത് ചായ കച്ചവടം നടത്തുന്ന കുനപ്പള്ളി കളത്തിലക്കര സ്വദേശിയാണ് മാബ്ര ബഷീർ. പ്രവാസിയായിരുന്ന ബഷീർ കഴിഞ്ഞ 5 വർഷമായി വഴിയോരത്ത് ചായക്കട നടത്തി വരികയാണ്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ തനിക്കാവുന്ന തരത്തിൽ സഹായിക്കുകയാണ് ലക്ഷ്യമെന്നും നഗരസഭയുടെയും കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും ബഷീർ പറയുന്നു. അത് വയനാട്ടിലേക്ക് എന്നൊരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചായ കുടിക്കുകയാണെങ്കിൽ ആ പൈസ എത്രയാണ്? ചിലപ്പോൾ 10 രൂപക്കാരാകുമ്പോൾ അത് 100 രൂപയിലിടാണ് ഇട്ടോടെ. അത് എത്രയല്ലേ കിട്ടുകയാണെങ്കിൽ അത് അന്നത്തെ എത്ര പൈസ കണക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് വയനാട്ടിലേക്ക് കൊടുക്കാൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ആരുമില്ല. ആരെങ്കിലും ഭക്ഷണം ചായ എന്തെങ്കിലും പാർസൽ പോവുകയാണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ അത് ആ ബോക്സിലേക്ക് ഇടാനേ നമ്മൾ പറഞ്ഞോളൂ. അത് അവരുടെ കയ്യിൽ നിന്ന് എത്രയൊക്കെ അവരിട്ടെ. ഇതിനായി കടയിൽ നിന്നും ചായ കുടിച്ചവർ പണം പ്രത്യേകം തയ്യാറാക്കിയ ബോക്സിൽ നിക്ഷേപിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും കൂടുതൽ ആളുകൾ ഇതുമായി സഹകരിക്കുന്നുണ്ടെന്നും നാട്ടുകാരും സുഹൃത്തുക്കളും അഭിപ്രായപ്പെടുന്നു. CCN പെരിന്തൽമണ്ണ. പുലാപ്പറ്റ ചെറുനാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നുവന്ന രാമായണോത്സവം സമാപിച്ചു. സമാപന സഭ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. സമൂഹം ഒന്നാകെ ഒരു ധർമാചരണത്തിന് തയ്യാറായി മുന്നോട്ട് വന്നാൽ ഇന്ന് അതിനെ നിന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ പോലും കൂടെ കൂടിയേ മതിയാകും. അല്ലാതെ കഴിച്ച് നിർമ്മിച്ച് ആരും ഇടവരും
നമ്പൂതിരിയും തിരിയരും ചെറുവരും പുലയരും അതും ഇതും ഭീഷണും മതിയായും ആയിട്ട് കലഹിച്ചു നിർത്തുകയാണോ? അല്ല, കോൺഗ്രസും ബി ജെ പി CPI-യുമായിട്ട് കലഹിച്ചു നിർത്തുകയാണോ? എന്ന് കലഹിച്ച് ആരും പരിഗണിക്കപ്പെടാതെ ഓരോന്നിൽ ഇരുന്ന കാര്യമാണ്. അല്ല, സദാചാരത്തിൽ ധാർമ്മികമായി ഒന്നിച്ചോ സംഘർഷം എന്ന ഏകത്തിന്റെ പരമായ സന്ദേശം ഉൾക്കൊണ്ടോ എങ്കിൽ എല്ലാ മേഖലകളിലും വിജയിക്കും. സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്ര മൈതാനിയിൽ വിമുക്ത ഭടൻ N. സുനിൽകുമാർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിശ്വനാഥൻ ശ്രീവത്സം അധ്യക്ഷനായി. പുലാപ്പറ്റ കൂട്ടാല ക്ഷേത്ര പരിസരത്ത് നിന്നും പൂർണ്ണകുംഭം നൽകി പഞ്ചവാദ്യത്തിന്റെയും നാമജപ ഘോഷയാത്രയുടെയും അകമ്പടിയോടെയാണ് സ്വാമി ചിദാനന്ദപുരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. വയസ്സുകാരൻ അഭിനവ് അശോക് 30 അടി ക്യാൻവാസിൽ വരച്ച രാമായണ ചിത്രങ്ങളുടെ സമർപ്പണവും ക്ഷേത്രത്തിലെ സുപ്രഭാത കീർത്തനം ഓഡിയോ കാസറ്റ് പ്രകാശനം, സമൂഹാർച്ചന എന്നിവയും ഉണ്ടായി. സുപ്രഭാത കീർത്തനം പിന്നണി പ്രവർത്തകരായ ഗായകൻ പ്രദീപ് ചെറായ, രചന നിർവഹിച്ച ശങ്കരൻകുട്ടി, ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. മണ്ണമ്പറ്റ നിത്യാനന്ദാശ്രമം മഠാധിപതി സത്യപ്രിയാനന്ദ സരസ്വതി, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി PA സജീവ് കുമാർ, P ഗോപകുമാർ, മണ്ണാർക്കാട് പതഞ്ജലി യോഗ കേന്ദ്രം അംഗം P സന്തോഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AIYF ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷാഹിന മരിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മണ്ണാർക്കാട് പോലീസാണ് കേസ് അന്വേഷണം നടത്തിയിരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമരം നടത്തിയിരുന്നു. വാണിയംകുളം മാന്നന്നൂരിലെ ഉരുക്കുതടയണയുടെ പുനർനിർമ്മാണം പുഴയിലെ വെള്ളം വറ്റുന്നതോടെ തുടങ്ങുമെന്ന് P. മമ്മിക്കുട്ടി MLA. അടുത്ത വർഷക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചു. തകർന്നു വീണ ഭിത്തിയും തുടർ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മഞ്ചേരിയിൽ വൻ ലഹരി മരുന്നുവേട്ട. ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട 63 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. സർക്കാർ ജീവനക്കാരനെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ സർക്കാർ ജീവനക്കാരനെ ഇവർ കബളിപ്പിച്ചു നേടിയത് 23,36,000 രൂപയാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.